നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായ പദ്ധതികളിലൊന്നായ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി നിലവിൽ 2025 സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതാണ്. 2026 ഫെബ്രുവരി മാസം മുതൽ ഇതിന്റെ തുക വിതരണം ആരംഭിച്ചിരുന്നു. 31 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക്, അമ്മമാർക്ക്, വനിതകൾക്ക് വേണ്ടി പ്രതിമാസം 1000 രൂപ വീതമാണ് പെൻഷൻ നൽകുന്നത്. സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതിൽ 2 ഗഡുക്കൾ കഴിഞ്ഞ തവണ വിതരണം ചെയ്തിട്ടുണ്ട്. അതായത് ഫെബ്രുവരി മാസത്തെ തുകയും അതോടൊപ്പം മാർച്ച് മാസത്തെ സഹായവുമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. തുക വിതരണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം വരുന്ന മാസങ്ങളിൽ തിരഞ്ഞെടുപ്പിന് ശേഷം, അതായത് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള വിതരണവുമായി ബന്ധപ്പെട്ടും പിന്നെ സ്മാർട്ട് ഫോൺ വഴി സ്റ്റാറ്റസ് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടും 3 പ്രധാന കാര്യങ്ങളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തേത് ഏപ്രിൽ മാസത്തെ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ വിതരണം ഈ ആഴ്ചയുടെ ആരംഭത്തിൽ തുടങ്ങുമെന്ന് സർക്കാർ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് 13-ാം തീയതി മുതൽ വിതരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തുടക്കം കുറിക്കും. ഏപ്രിൽ മാസത്തെ തുക വിതരണം ചെയ്യുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ DBT സംവിധാനം എനബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ 18 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യും. ഇതിൽ അർഹതയുള്ളവര്, റിജക്റ്റ് ആയവരും അപേക്ഷ മടങ്ങിയവരുമുണ്ട്. അങ്ങനെയുള്ളവരുടെ എണ്ണം കുറച്ച ശേഷം ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ സഹായം ലഭ്യമാകും. അപേക്ഷ സമർപ്പിച്ചിട്ടും അപ്രൂവ് ആയോ അല്ലയോ എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ സർവീസ് സെന്ററുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഫോൺ വഴി കാര്യങ്ങൾ പരിശോധിക്കുകയോ ചെയ്യാം. രണ്ടാമത്തെ പ്രധാന കാര്യം സ്മാർട്ട് ഫോൺ വഴി പരിശോധിക്കുന്ന സംവിധാനമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ വെബ്സൈറ്റായ സേവനയിൽ ലഭ്യമാണ്. ഇവിടെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ പോലുള്ള മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇതോടൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷന്റെ തിരച്ചിൽ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള പെൻഷൻ ID അല്ലെങ്കിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ അപേക്ഷ നൽകിയപ്പോൾ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാം. നിലവിൽ എത്ര ഗഡുക്കൾ ലഭിച്ചിട്ടുണ്ടെന്നും ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ എല്ലാം കാണാൻ സാധിക്കും. അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ വിവരങ്ങളും ലഭ്യമാണ്. അപ്രൂവ് ആയിട്ടില്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററിൽ എത്തി ഡോക്യുമെന്റുകൾ പരിശോധിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും സമർപ്പിക്കണം. മൂന്നാമത്തെ പ്രധാന അറിയിപ്പ് മെയ് മാസം മുതൽ, അതായത് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ പെൻഷന്റെ തുടർ നടപടികൾ എങ്ങനെയെന്നതാണ്. പുതിയ സർക്കാർ വന്നാൽ പദ്ധതി നിർത്തുമോ എന്ന സംശയം പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇത് സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച് സർക്കാർ ഉത്തരവിലൂടെ നടപ്പിലാക്കിയ പദ്ധതി ആയതിനാൽ ഏത് സർക്കാർ വന്നാലും ഇത് തുടരും. അതുപോലെ തന്നെ വലിയൊരു തുക ഈ പദ്ധതിക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളതിനാൽ പദ്ധതി നിർത്തുന്നതല്ല. പകരം തുക വർദ്ധിപ്പിക്കുകയോ കൂടുതൽ ആളുകൾക്ക് അർഹത നൽകുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ BP റേഷൻ കാർഡ് ഉള്ളവർക്ക് 35 മുതൽ 60 വയസ്സിനിടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാനാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.